ഇവിടെ ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. നല്ല വൃത്തിയുള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റ്. നോക്കിയപ്പം നല്ല തിരക്കുണ്ട്. അതിനകത്ത് ഒഴിഞ്ഞ 4 പേർക്ക് കിട്ടത്തക്കവണ്ണം ഒഴിഞ്ഞ ഒരു ഭാഗം ഞങ്ങൾ നോക്കിയെടുത്തു. അവിടെ പോയി ഞങ്ങൾ ഇരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല അവിടെ ഇരുന്നാലൊന്നും ആദ്യം. കാരണം എന്താണെന്നറിയോ, അതെനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ മോൻ പറഞ്ഞു തന്നു, ഇവർ ഈ വരുന്ന മുറയ്ക്ക് മാത്രമേ ഇവർ നമ്മളെ നോക്കുള്ളൂ. അല്ലാതെ ഇവർ ഇപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്ന് ഇരുന്ന് വലിയ ആളൊന്നും ഉള്ള കാര്യം അവിടെ ഒന്നുമില്ല. അവിടെ എല്ലാവരും ഇക്വാളിറ്റി ഞാൻ കണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ട് ആദ്യം വരുന്നവർ ഫസ്റ്റ് വൺ, അത് ആര് വരുന്നോ അവർക്കാണ് പ്രിഫറൻസ്. ആദ്യം വന്നിരുന്ന ആളുകളെ അവർ നോക്കുന്നുണ്ട്. അതിന് ഒരു 4-5 ജോലിക്കാർ അതിനകത്തുണ്ട്. അവർ ആദ്യം വന്നു, ആര് ഇങ്ങോട്ട് നോക്കും ഓരോരുത്തർക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നിരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ വെള്ളം കൊണ്ടുവച്ചു കേട്ടോ. 4 ഗ്ലാസ്സുകളിൽ ഉള്ള വെള്ളം കൊണ്ടുവച്ചു. വെള്ളമൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം അപ്പോൾ പറഞ്ഞ്, അന്നേരം അയാളുടെ അടുത്ത് ഓർഡർ ചെയ്യുന്ന അയാൾ പറഞ്ഞു ഓർഡർ എടുക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നപ്പോൾ കുറേ കഴിഞ്ഞ് പിന്നെയും ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ എടുക്കുന്ന ആൾ വന്നു. അയാൾ വന്നു, ഓർഡർ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഓർഡർ ചെയ്തു. അതായത് ഈ സാൻഡ്വിച്ച് അവിടെ നമുക്ക് കഴിക്കാൻ പറ്റിയതായിട്ട് കണ്ടത് അതേ ഉള്ളൂ. ചിക്കൻ സാൻഡ്വിച്ച് അത് മോൻ ഓർഡർ ചെയ്തു. 2 എണ്ണം. അവൻ പറഞ്ഞു ഇത് ഒരെണ്ണം നമുക്ക് കഴിക്കുകയില്ല, വാങ്ങിച്ചാൽ ഒരാൾ കഴിക്കത്തില്ല, കാരണം അത് അത്രത്തോളം ക്വാണ്ടിറ്റി കൂടുതലാണ്. ആകെ ഞങ്ങൾ 4 പേർക്ക് വേണ്ടി 2 എണ്ണം ഇത് ഓർഡർ ചെയ്തു. 2 എണ്ണം ഓർഡർ ചെയ്താൽ അവർ 2 പോർഷനായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇത് പിന്നെയും ഇങ്ങനെ കാത്തിരുന്നു, ഓർഡർ ചെയ്തിട്ട് ഇരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സാധനം വരവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുമ്പോൾ ഇവരൊരു വലിയ താലം പോലുള്ള ഒരെണ്ണത്തിനകത്ത് വെച്ചാണ് ഈ കൊണ്ടുവരുന്ന ആൾ. അയാളുടെ ഒരു കയ്യിൽ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മടക്കി വെച്ചേക്കാണ്. ആദ്യം കൊണ്ടുവന്ന് ഈ സ്റ്റാൻഡ് കൊണ്ടുവന്ന് അങ്ങോട്ട് നിവർത്ത് വെക്കും നമ്മുടെ ടേബിളിൻ്റെ അടുത്ത്. എന്നിട്ട് അതിനകത്ത് ഈ താലം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പറക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വെക്കുന്നത്. അപ്പോൾ എടുത്തു വെച്ചപ്പോൾ എന്നിട്ട് 2 പ്ലേറ്റുകളും കൊണ്ടുവന്നു. കാരണം ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഒരാൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി ഇത് ഫ്രൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. ആ ഫ്രൈസും കൂടെ ഒരാൾ എടുത്ത് അതിൽ വെക്കും. ആ പ്ലേറ്റിൽ തന്നെ ബാക്കി മറ്റേ ആൾക്ക് കഴിക്കാം. പക്ഷേ ഞങ്ങൾ ഓരോ പ്ലേറ്റും കൂടെ ചോദിച്ചു അയാളടുത്ത്. അതും അവർ കൊണ്ടു തന്നു കേട്ടോ. വളരെ മര്യാദയാണ് ആ കാര്യത്തിലൊക്കെ. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് വീതിച്ച് അതിരുന്ന് കഴിച്ചു. ഡെലീഷ്യസ് ആയിരുന്നു കേട്ടോ. വളരെ നന്നായിരുന്നു അത്, ആ സാൻഡ്വിച്ച്. അതുമൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞു. ആ രീതിയായി. പിന്നെ ഇനി പതുക്കെ ഉറങ്ങാനുള്ള ഒരു ത്വര പതുക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചതിന് ശേഷം ബില്ല് കൊടുക്കണമല്ലോ, ഇത് കൊടുത്തു. ബില്ല് കൊടുക്കുന്നതിൻ്റെയൊക്കെ കാര്യം പോയാൽ എന്താ, 15 മിനിറ്റാണ് മോൻ അവർ വന്നു ബില്ല് കൊണ്ടുവന്നു, കാർഡ് കൊടുത്തയച്ചു. അപ്പോൾ 15 മിനിറ്റ് എടുത്തു അതിൻ്റെ റെസീറ്റ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് ടിപ്പ് കൊടുത്തു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ 15% എന്ന് പറയുന്നത് എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ടിപ്പെന്ന് പറയുന്നത് ഒരു മസ്റ്റാണ് അവിടെ. അത് 15% കൊടുക്കണം. ഈ കൊടുത്തില്ലെന്നും പറഞ്ഞ് അവർ നമ്മളെ പിടിച്ചു നിർത്തത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു മര്യാദയാണത്. അപ്പോൾ ആ 15% ടിപ്പ് മോൻ ടിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങ് കൊടുത്തിട്ട് കാർഡ് എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ പോയി. അപ്പോൾ ഞാൻ ആലോചിച്ച എന്താ കാര്യം എന്നറിയോ, ഇവിടെ ഇത്രയും സമയം എടുക്കുന്നത് എല്ലാം അങ്ങ് പതുക്കെയാണ് കാര്യങ്ങൾ. കാരണം ഇവിടെ ധൃതിയുള്ള ആരും വരുത്തില്ല. കാരണം ഇവിടെ ഈ ബീച്ച് കാണാൻ വരിക എന്ന് പറയുന്നത് വളരെ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾ അതിനു വേണ്ടി തന്നെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ വെപ്രാളവും ധൃതിയൊന്നുമില്ല ഒരു കാര്യത്തിലും. വളരെ അവധാനത്തോടുകൂടി ഇങ്ങനെ സാവധാനം ഇരിക്കാം. അങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് അവരെ ആസ്വദിച്ച് ആഹാരമൊക്കെ കഴിച്ച് ഒരുപാട് പേര് ബിയറൊക്കെ വാങ്ങിച്ച് വീണ്ടും കുടിക്കുന്നത് കണ്ടു അവിടെ ഇരുന്ന്. അങ്ങനെ അവിടെ അത് ലിക്കറും സെർവ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം കണ്ട് ആളുകളെല്ലാം വളരെ സന്തോഷത്തോടു ഇരിക്കുക. പിന്നെ കഴിച്ച് ബാക്കി പോരാത്തത് തിരിച്ച് കൊണ്ടുപോകാനൊക്കത്തില്ല. ഈ ഒരെണ്ണം വാങ്ങിച്ച 2 സാഹിബും മദാമയും കൂടെ വന്നിട്ട് 2 എണ്ണം വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് അവർ ഈ പകുതി ഭാഗം ഉണ്ടല്ലോ, അവരത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ കവർ കൊടുക്കും. അതിനകത്ത് അതെടുത്ത് അവർ തന്നെ പാക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നവരെയും ഞാൻ കണ്ടു.
അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി കാറ് കിടക്കുന്നിടത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം കൂടുതൽ, ഞങ്ങൾ 1 കിലോമീറ്റർ കൂടുതൽ നടന്ന് കാറിൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ കാറിനകത്ത് കയറി. ഇനി ഞങ്ങൾ പോകേണ്ടത് ടില്ലാമൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് ഒരു 1 അവർ ജേണിയുണ്ട് അവിടുന്ന് ടില്ലാമൂക്കിലേക്ക്, 1 അവർ. ആ ടില്ലാമൂക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന മോൻ കൊണ്ടുപോയത് ഞങ്ങളുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രീമറി ഉണ്ട് അവിടെ. അതായത് നമുക്ക് ഈ പാലിൻ്റെ അതായത് പശുവും പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, കേട് മുതൽ ചീസ് തുടങ്ങി ഉള്ള എല്ലാ സാമഗ്രികളും. അത് മാത്രമോ, അതൊന്നും അല്ല അവിടുത്തെ പ്രത്യേകത. ഐസ്ക്രീം ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നൊരു ചെറിയ ഐസ്ക്രീമിൻ്റെ കാര്യം ആദ്യം പറഞ്ഞില്ല. ഞങ്ങളിങ്ങനെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുക എന്ന് പറയുമ്പോൾ പോകുമ്പോൾ വലിയ കാഴ്ചയാണ്. റോഡിൻ്റെ ഒരുപാട് ഏതാണ്ട് ഒരു 10-30 മൈൽ ദൂരം റോഡിൻ്റെ വലതുവശം മുഴുവൻ കടലാണ്. ഈ കടൽ നമുക്ക് കാണാം. ആ കടലിൻ്റെ ഓരത്തൂടാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇടതുവശം മുഴുവൻ ഫോറസ്റ്റാണ്. അപ്പോൾ ഈ റോഡിൻ്റെ ഈ രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട് അവിടെ പോകാൻ. അതായത് കൂടുതൽ ഭാഗങ്ങളിലും ഏതാണ്ട് 30-25 മൈൽസൊക്കെ ഉള്ളൂ പെർമിറ്റ് ചെയ്തേക്കുന്നത്. അതനുസരിച്ച് അവൻ വണ്ടി ഓടിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ റോഡിൻ്റെ വശങ്ങളിലും ആപ്പിൾ മരങ്ങളും ആപ്പിൾ കായ്ച്ചു നിന്ന മരങ്ങളും അതുപോലെ പീർ മരങ്ങളും ഒക്കെ കാണാനുള്ള ഇടയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം പിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കായലാണ്. റോഡിൻ്റെ ഒരു വശത്ത് വലതുവശം കായലാണ്. കായലിനപ്പുറത്ത് നമുക്ക് കാണാം ഈ കടലും കായലുമായിട്ട്, അതായത് ഞാനീ പറഞ്ഞ കടൽ പസഫിക് ഓഷനാണ് കേട്ടോ. ഈ പാറ, അതായത് ഹേസ്റ്റോക്ക് ഈ റോക്കൊക്കെ കണ്ട കടലെന്ന് പറയുന്നത് പസഫിക് ഓഷനാണ്. ആ പസഫിക് ഓഷനും ഈ കായലുമായിട്ട് വേർതിരിച്ചുള്ള വലിയ തിടിലുണ്ട്. അതിനകത്തൊക്കെ മരങ്ങൾ വളർന്ന് നിൽക്കുക കേട്ടോ. നമ്മുടെ പൊഴിയെന്ന് നമ്മൾ പറയുന്നില്ലേ, ചില ഭാഗങ്ങളിൽ അത് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പൊഴി മുറിഞ്ഞ ഭാഗങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ഫിഷിങ് നടക്കുന്നുണ്ട്. ഫിഷർമാൻ അവർ മാത്രമല്ല, ആളുകൾ ഇങ്ങനെ വള്ളത്തിനകത്ത് പോയിട്ട് 2 വശങ്ങളിലേക്കും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഒരു ഭാഗത്ത് ചെന്നപ്പോൾ 2 വശത്തും ലേക്ക്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലേക്ക് എന്ന് പറയുന്നത് കടലുമായിട്ട് ചേരുന്നില്ല. റൈറ്റ് സൈഡിലുള്ള ലേക്ക് എന്ന് പറയുന്നത് ഈ കടലുമായിട്ട് ചേരുകയും ചെയ്യും കുറേ ഭാഗം. ആ രീതിയിലാണ് ഞങ്ങളിങ്ങനെ പോയത്. അങ്ങനെ വളരെ ഒരു നീണ്ട യാത്ര എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ നേരെ ഈ ടില്ലാമൂക്ക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ചെല്ലുകയാണ്. ഒരു സിറ്റിയാണത് കേട്ടോ യഥാർത്ഥത്തിൽ. കാരണം ആ സിറ്റിയുടെ പേര് തന്നെയാണ് ഈ പറയുന്ന ക്രീമറി ഈ സ്ഥാപനത്തിന് ഇട്ടേക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഈ ഫാർമേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് പശു വളർത്തലാണ്. അതിനെക്കുറിച്ച് ഇനി അടുത്തത് പറയാം.